എങ്ങോട്ടാ ചേട്ടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് എത്രയോ? എവിടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ 65 രൂപ. 65 രൂപ? ഈ തൊട്ടടുത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് 65 രൂപ? 65 രൂപയാവും. ഓ എന്റെ ചേട്ടാ, പെട്രോളിന്റെ കാശെ കുറച്ചില്ല, എന്തെങ്കിലും ഒന്ന് കുറക്കാൻ പാടില്ലേ? ചേട്ടാ അപ്പൊ ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കണത്? എന്താണ്? ഇന്ത്യ ADB കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ടത്തരൊന്നും ചേട്ടൻ തോന്നണല്ലേ? അത് മാത്രമല്ല, നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം തീവ്രവാദികളാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നത് എന്തിനാണ്? ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞ് കാശ് കൂടുതൽ മേടിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ ചേട്ടാ. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഈ ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണേന് എത്രയോ? ലഗേജിന് പൈസ ഒന്നും വേണ്ട. ലഗേജ് ഫ്രീ? എന്നാ ഈ ലഗേജ് സാധനം വെച്ചോ, അതിനകത്തൊന്നും കുഴപ്പമില്ല. ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേക്ക്. അപ്പൊ ചേട്ടൻ പറ്റില്ല? ഞാൻ പറ്റില്ല, ഞാൻ ബസ്സിന് വന്നുള്ള പറയില്ലേ. ചേട്ടന്റെ വണ്ടിക്ക് കാശ് തരണ്ടല്ലേ ലഗേജിന്? അയ്യ, അത് പറ്റൂല. എടാ വെപ്പ എനിക്ക് ജീവിക്കണ്ടേ? കാലത്ത് ഉടായ്പായിട്ട് ഇറക്കിയല്ലേ? ഞാൻ എടുത്തോളാം, ഞാൻ അല്ല പിന്നെ കർത്താവെ, കോളടിച്ചല്ല, ജപ്പാൻകാരനല്ല. ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും. ഹലോ, കർത്താവെ, ഗോൾഡ് ഫിൽറ്ററിന് അവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ചാങ്ചി ചുങ്ചിന്ന്. അപ്പൊ കാശിനെന്തായിരിക്കും പറഞ്ഞെന്നാവോ? ഒരു പണിയോ ഒരു ഐഡിയ ഉണ്ട്. അയ്യോ, അത് തെറിയായിരുന്നു. ഹലോ, എവിടെയാണ് പോണ്ടത്? എന്തായിരുന്നു എന്നത്? ഈ സാധനത്തിനെ കൊണ്ട് ചിറ്റിയല്ലേ. എവിടെ പോണം? എവിടെ പോണം? മാമന്റെ വീട്ടിൽ പോണം. അങ്ങനെ മലയാളത്തിൽ പറ. എവിടെ പോണം? മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ? മാമന്റെ വീട് വഴി നേരെ പോണം. അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോണോ? എന്റെ ദൈവമേ, മാമന്റെ വീട്ടിൽ പോണം. പോകാ പോകാ, കേറ് കേറ്. മാമന്റെ വീട്ടിലല്ലേ? അപ്പാപ്പന്റെ വീട്ടിൽ വരെ ഞാൻ ഉണ്ടാക്കി തരാം. ഇത് എന്ത് വണ്ടിയാണ് ഇത്? സ്റ്റോപ്പ്, അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താണ്? അമ്മാവന്റെ വീട്. അയ്യോ, ഇത് എന്റെ അമ്മാവന്റെ വീടല്ല. എന്റെ പൊന്നു സാഹിബ്, ഇത് എത്രാമത്തെ തവണയാണ് അമ്മാവന്റെ വീട് അതാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കണത്? എന്താണ് ഈ കാണുന്നത്? എന്താണ്? നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നികത്തുകയാണല്ലോ. എന്റെ സായിപ്പ്, അത് വയലൊന്നുമല്ല, പിന്നെ അതാണ് എറണാകുളത്തെ ഏറ്റവും തിരക്കുള്ള MG റോഡ്. അത് ടാർ ചെയ്യണാണ് കാണുന്നത്, അല്ലാണ്ട് വയല് എത്തണമെന്നല്ല. വയല് നികത്തുന്നതല്ലേ? അല്ല. കണ്ടാൽ വയല് പോലുണ്ടല്ലോ. MG റോഡ് കണ്ടാലും വയല് കണ്ടാലും ഒരേപോലെ എന്താ തോന്നുള്ളത്? ആണല്ലേ? അതെ അതെ അതെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ല. നമ്മുടെ നാടിനെ കുറ്റം പറയല്ലേട്ടാ. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും? വിദ്യാഭ്യാസം വേണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ. ഓ, ആ വണ്ടി പോയ പോക്ക് കണ്ടോ? എന്തൊരു സ്പീഡാണ്! എന്താണ്? തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. ജപ്പാന്റെ എഞ്ചിൻ ഉപയോഗിച്ചാലേ അത്രയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ. അതാണ് അതിന് അത്ര സ്പീഡിൽ പോയത്. നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതെ, ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ കിട്ടെ. നമുക്ക് അമ്മാവന്റെ വീട് തപ്പി പോവാ. നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ. എന്താണ് കാരണം? എന്താണ് കാര്യം? പറ. ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ. ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ, കമ്പ്യൂട്ടറുകൾ, കൃഷികൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പ് ആണ്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ. ഇതെല്ലാം കമ്പ്യൂട്ടറൊക്കെ എല്ലാം ഇറക്കുമതി ചെയ്യുന്നു. ഇവിടുത്തെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ടില്ല. ഇവിടെ ഇറക്കുമതി ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എന്താണ്? കടാര, കുന്തം, കുറുവടി, AK-47 ബോംബ്. അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ കമ്പ്യൂട്ടർ അല്ലേ? ഓ മൈ ഗോഡ്, ഭീകരാക്രമണം. അതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസം. ഓ മൈ ഗോഡ്, ആ വണ്ടി പോയ സ്പീഡ് കണ്ടോ? സ്പീഡിലാണ് പോയത്. തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതെല്ലേ? എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത്? നമുക്ക് അമ്മാവന്റെ വീട് നോക്കാന്ന്. അമ്മാവന്റെ വീട് ഇനി ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും? അമ്മാവന്റെ വീട് സായിപ്പ് കയറി ഞാൻ കണ്ടുപിടിച്ചു തരാം. അമ്മാവന്റെ വീട്. അമ്മാവന്റെ വീട് അമ്മാവന്റെ വീട്. അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്, അമ്മാവന്റെ വീട്. ഓ, അത് അമ്മാവന്റെ വീടല്ല, ഫ്ലാറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല. എന്താണ് ഇപ്പൊ വേണ്ടത്? നിങ്ങൾ ജപ്പാനിൽ വന്ന് നോക്കൂ, അവിടെ വന്ന് നോക്കൂ. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത്.
എന്താണ് ഇമെയിൽ വഴിയാണ് വിവാഹം നടക്കുന്നത്. ജപ്പാനില്? ആ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഫീമെയിൽ ആയിട്ടാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ കൺട്രി ഫെലോസ് എന്തു ചെയ്യാനാണ്. ഓ മൈ ഗോഡ്, എന്താ? ആ വണ്ടിയുടെ സ്പീഡ് കണ്ടോ? ആ. തീർച്ചയായും അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും. നല്ല സ്പീഡിൽ ഓടാമല്ലോ. സ്പീഡിലോടാ ജപ്പാന്റെ എഞ്ചിൻ വെച്ച് കഴിഞ്ഞാല്. എന്റെ പൊന്നു ജപ്പാൻകാരെ 10 മണിക്ക് കാലത്ത് 10 മണിക്ക് ഓട്ടോറിക്ഷ കയറിയതാണ് അമ്മാവന്റെ വീട്ടിൽ പോകണമെന്ന്. എവിടെ അമ്മാവന്റെ വീട്? നേരെ ഇട്ടാറ ഇനി ആൾ അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചില്ലേ? എവിടെ എന്റെ അമ്മാവന്റെ വീട്? കേറി എന്റെ അകത്ത് കയറി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ആക്കിത്തരാം. ഇത് ജപ്പാനിൽ നിന്ന് ചങ്ങല പിടിച്ച് അമ്മാവന്റെ വീട്? എന്ന് തോന്നുന്നു. ബാറ് പൂട്ടുന്നതിന് മുമ്പ് അമ്മാവന്റെ വീട് കണ്ടാ മതിയായിരുന്നു. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തു. കിട്ടി അമ്മാവന്റെ വീട് കിട്ടി. ചുമന്ന ഗേറ്റ്, അമ്മാവന്റെ വീട്. ഹായ്, അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചു. ഇതാണ് അമ്മാവന്റെ വീട്. സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓട്ടോക്കാരാ, എത്ര രൂപയായി? എന്താണിത്? ഹൗ മെനി റുപ്പീസ്? മീറ്ററിൽ നോക്കിക്കോ, 2500 രൂപ. ഓ മൈ ഗോഡ്, 2500 റുപ്പീസ്. അത് കൂടുതലാണ്. ജപ്പാൻകാരൻ വണ്ടി കയറിയപ്പോ തുടങ്ങി പറഞ്ഞല്ലേ ജപ്പാന്റെ എഞ്ചിൻ വെക്ക്, ജപ്പാന്റെ മെഷീൻ വെക്ക്, ജപ്പാന്റെ മീറ്റർ വെക്കുന്നത്. ആയിരിക്കണത് ജപ്പാന്റെ മീറ്റർ. അതിന് ഇത്തിരി സ്പീഡ് കൂടും. കർത്താവേ കാത്തോളേ. എന്താടാ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല? ആ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാൻ. എന്ത് സഹായം? നീ സൂക്ഷിച്ച് നടന്നോളാം. നിന്നെ എസ്.ഐ. മാത്യു സാർ പൊക്കാൻ സാധ്യതയുണ്ട്. എന്നെ എന്തിനാ എസ്.ഐ. മാത്യു സാർ പൊക്കണം? അതൊരു വലിയ സംഭവമാണ്. അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യ ആയപ്പോ ഞാൻ ഈ പുള്ളിയുടെ വീടിന്റെ വാതിക്കൽ കൂടി പോകുമായിരുന്നു. പെട്ടെന്ന് മുകളിൽ ബെഡ്റൂമിൽ ഒരു ലൈറ്റ്. ആരാ? എസ്.ഐ. സാറിന്റെ മോള്. ഞാനെന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി. മതിൽ ചാടിയിട്ട് ആ മൂവാണ്ടമാവ് കൂടി പെടച്ച് അങ്ങ് മുകളിലേക്ക്. അപ്പൊ അവൾ എന്ത് ചെയ്യാൻ പോവാ? എന്തെടുക്കാൻ പോവാ? കുളിക്കാൻ പോണു. ഞാൻ എന്നിട്ടുണ്ടല്ല ഈ ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ കൂടി തല ഇങ്ങനെ ഇട്ടങ്ങ് നോക്കിയപ്പോ പെട്ടെന്ന് പുറകിന്ന് ആരാന്നൊരു വിളി. ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞു ഒറ്റ ഓട്ടം കൂടെ ഓടി. എടാ മഹാഭാവി, നീ അല്ലെങ്കിൽ എന്നെ നാട്ടിച്ചിട്ട് അടങ്ങുള്ളൂ. നിന്റെ മേലെ നിന്റെ കൂട്ടി നടന്നു പോലും. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റില്ല. നീ തൊമ്മാന്ന് വിളിച്ച് എന്റെ പുറകെ വരുന്നത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തിയിരിക്കാണ്. പറഞ്ഞേക്കാൻ ഞാൻ എല്ലാ പരിപാടിയും നിർത്തിന്നാ. നീ 2 ദിവസമായിട്ട് എവിടെ ഇരുന്ന്? എടാ ഞാൻ മോഷണോ പിടിച്ചുപറിയൊക്കെ നിർത്തി. ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു, കുമ്പസാരിച്ചു. ഇനി മേലാൽ മോഷണിക്കൂല, പിടിച്ചുപറിക്കൂല, എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പോയി. അതൊക്കെ പോട്ടെ, കക്ഷത്തിൽ എന്തായിരിക്കണം? കക്ഷത്തി ബൈബിള്. ആ കൊള്ളാലോ, ഇതെവിടെ കിട്ടി? ഇന്നലെ കുമ്പസാരിച്ചോണ്ടിരിക്കുമ്പോ പള്ളിയിലെത്തിലേക്ക് അടിച്ചു മാറ്റിയത്. അപ്പൊ നീ ഒരുപാട് നന്നാകും കേട്ടാ. പിന്നെ നീ പറഞ്ഞത് ശരിയാടാ. നമ്മൾ ഈ കൊലപാതകവും പിടിച്ചുപറിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യുമല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് നല്ല അന്തസ്സായിട്ട് പണിയെടുത്തു. അന്തസ്സായിട്ട് പണി വെച്ചിരിക്കല്ലേ? പണിയണ്ടാ, നീ വാന്ന് ഞാനല്ലേ പറയണ. എന്റെ ആശാനെ, രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിരിക്കണം, അല്ലാതെ ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല. എടാ പൂക്കളായിട്ട പോലെ മീൻ നിരത്തി വെച്ച കച്ചവടം നടക്കുന്നില്ല. വിളിച്ചു പറ. അവര് നമ്മളെ പിള്ളേർ ശരിക്കും കൂണുണ്ടല്ലോ. ഇതെന്താ കേസ്? എന്താടാ? എന്താ കേസ്? ഞാൻ പറഞ്ഞില്ലേ, ഈ മീൻ ഇങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല. ഒരു ബോർഡ് എഴുതി വെക്കണം. അതാണ് രാവിലെ ഞാൻ പറഞ്ഞ ഒരു ബോർഡ് എഴുതി വെക്കണം. എന്നാ ബോർഡ് എഴുതി വെക്കാശാനെ. എന്തായാലും ഇനി നമ്മുടെ കച്ചവടം പൊടി പൊടിക്കും. ഇത് നെയ്മീൻ. ഇത് നെയ്മീൻ. ഇത് ചാളയല്ലേ? ചാളക്കെന്താണോ നെയ്യില്ലേ? ചാളക്ക് നെയ്യുണ്ട്, പക്ഷെ ഇത് നെയ്മീനല്ലല്ലോ. വേണമെങ്കിൽ മേടിക്കണോ? അല്ല പിന്നെ നമ്മളോട് കളി. ഇവിടെ മീൻ വിൽക്കപ്പെടും. ഇവിടെ മീൻ വിൽക്കപ്പെടും. അപ്പുറത്തല്ല. പിന്നെ ഇതെന്തിനാ ഇവിടെ എന്ത് വെച്ചേക്കണത്? ഇവിടെ വേണ്ട. ഇവിടെ മീനിന്റെ ആവശ്യമൊന്നുമില്ല. മീൻ വിൽക്കപ്പെടുന്നതിന്റെ ആവശ്യമൊന്നും ഇവിടെ വേണ്ടല്ലേ? നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞാ ഇവിടെ വേണ്ടെന്ന്. ഇവിടെ വെട്ടിക്കള. ഇവിടെ വേണ്ട. മായ്ക്കടാ. ഇനി ഇവിടെ എന്ന് പറഞ്ഞ് ബഹളം വെക്കണം. ഇവിടെ കളഞ്ഞു. ഇപ്പൊ എന്ത് വൃത്തിയുണ്ട്? ഇനി ഓക്കെ ആണല്ലോ. ചാളേ. ഹലോ, ചാള ഉണ്ടോ? ചാള ഉണ്ടാന്നറിയാൻ പാടില്ല. ചായ കുടിച്ചിട്ടുണ്ടാവും. അല്ല, ഞങ്ങള് രാവിലെ പിടിച്ചാണ്, ചിലപ്പോ ചായ കുടിച്ചാണ്. കലയാക്കണേ. അയിലുണ്ട, മണങ്ങ്, പിന്നെ മണങ്ങുണ്ട്, മുള്ളൻ ഉണ്ട്, കട്ടിലുണ്ട. പിന്നെ കട്ടിലുണ്ട്. അല്ല, ചേട്ടൻ ഏതാ വേണ്ടത്? എനിക്കിതൊന്നും വേണ്ട. ഒരു മീൻ കച്ചവടം ഇതൊക്കെ വേണം. അത് പറയാൻ വേണ്ടിട്ട് എന്താ എഴുതി വെച്ചേക്കണത്?
വിൽക്കപ്പെടും. ആ വിൽക്കപ്പെടും. നിങ്ങളിവിടെ എന്ത് പരിപാടി നടത്തുന്നത്? മീൻ വിൽക്കപ്പെടും. ചക്കയും മാങ്ങയൊന്നുമല്ലല്ലോ. അല്ല മീന് മീനല്ലേ വെക്കണം? പിന്നെ എന്തിനാടാ മീൻ വിൽക്കപ്പെടും എന്ന് എഴുതി വെക്കുന്നത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? മീൻ വിൽക്കപ്പെടുന്നു വേണ്ടല്ലേ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ മീനിന്ന് വേണ്ട. മീൻ വേണ്ട. എടാ, ഞാൻ പറഞ്ഞടാ മീനിന്ന് വേണ്ട, ഞാൻ പറഞ്ഞടാ കഴുത. മീനൊന്നും വേണ്ട, ഞാൻ മാറ്റിക്കളയാം. മായ്ക്കടാ. പിന്നെ മായ്ക്ക്. മീനിന്ന് വേണ്ട, മായ്ച്ചോളാം. ഹലോ, പരിപാടി പുതിയ ബിസിനസ് മീൻ കച്ചവടം. കൊള്ളാം. ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ആ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ വിൽക്കപ്പെടും? അതെ അല്ല, വിൽക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ? അതെ. പിന്നെ എന്തിനാ വിൽക്കപ്പെടും എന്ന് പറഞ്ഞു വെച്ചേക്കണത്? അതിന്റെ ആവശ്യമല്ല, എടുത്ത് കളഞ്ഞേക്ക്. വിൽക്കപ്പെടുന്നു വേണ്ടല്ലേ? വേണ്ട, ആ, കളഞ്ഞേ. വിൽക്കപ്പെടു. എടാ നിന്നോട് ഞാൻ 150 പ്രാവശ്യം പറഞ്ഞാടാ വിൽക്കപ്പെടുന്നു വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വിൽക്കപ്പെടും മാറ്റണം, അത്രയല്ലേ ഉള്ളൂ. ബോർഡേ മാറ്റി. അത് ഞാൻ മാറ്റിക്കോളാം. ബോർഡ് വേണ്ട. ബോർഡ് വേണ്ട, അങ്ങ് പോട്ടെ. അല്ല പിന്നെ നീ വിളിച്ചു പറ. ഹലോ, ഇതെന്താണ് രണ്ടുപേരോട് മീനൊക്കെ നിരത്തി വെച്ചിട്ട് എന്താ പരിപാടി? മീൻ നിരത്തി വെച്ചിട്ട് ക്യാരംസ് കളിക്കുവോ? കണ്ടാൽ അറിഞ്ഞൂടെ, മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ്. ആ, മീൻ കച്ചവടം ചെയ്യാനിരിക്കണാണ്. അതെ. എന്റെ പൊന്നിയേട്ടാ, നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്കിത് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന്. പുതിയതായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ? എന്തെന്ന്? ഇവിടെ മീൻ വിൽക്കപ്പെടും, എന്നാലേ ആളുകൾ വന്ന് വാങ്ങിക്കുള്ളൂ. ആണല്ലേ? എന്തിട്ട് മനുഷ്യരാടും. എടാ തലയാ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്റെ മുമ്പിൽ സംസാരിക്കില്ലേ. സംസാരിക്കുവാ നീ? ഇല്ല. എടാ, നിന്നോട് ഞാൻ പറഞ്ഞു ഇല്ല. സംസാരിക്കില്ല. ഇനി മേലാൽ നീ പറഞ്ഞ ബിസിനസ് ചെയ്യാം. ആണല്ല. ഇനി ബിസിനസ് ഞാൻ പറയും, നീ എന്റെ കൂടെ വാ. വാടാ. ഓക്കെ. വാടാ. പിടി. വാ. അയ്യോ. ഈ നടപ്പാതയിലൂടെ കടന്നു പോകുന്ന സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറാവ്യാധികൾ, അലച്ചിൽ, പുകച്ചിൽ, വായുവിന്റെ കോപം, ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമമാണ് കേട്ടോ ഈ മരുന്ന്. ഇത് ഒരു ബോട്ടിൽ 10 രൂപയാണ്. ഈ മരുന്നിന്റെ പേരാണ് ഗോബ്ലച്ചാതി എണ്ണ. ഈ ഗ്ലോബലച്ചാതി എണ്ണ വെട്ടിയാൽ ഒരു മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ആദികൾ, വ്യാധികൾ, മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് പുളിച്ച തികട്ടിലുണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തൈലം എടുത്ത് ഒരു അബുൺസ് കുടിച്ചാൽ മതി കേട്ടോ. ഈ തൈലത്തിന് വെറും 10 രൂപയുള്ളൂ. ഈ തൈലത്തിന്റെ പേരാണ് ഗോബ്ലച്ചാതി എണ്ണ. ഇല്ലാട്ടാ, നുണ പറയണ്ടാ. ആ നുണ പറയണാണ്. രണ്ടുപേരും കള്ളന്മാരാണ്. സത്യം എനിക്കറിയാവുന്നതല്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മൃഗങ്ങൾ കൂടിയുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകില്ല. ഗോബ്ലച്ചാതി എണ്ണ. അതെ, ഗ്ലോബലച്ചാതി എണ്ണ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വാദം, പിത്തം, കഫം, മലമൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റിയ ദിവ്യ ഔഷധമാണ് തട്ടിപ്പാണ്ടാ. ആ തട്ടിപ്പാന്ന്, 2 തട്ടിപ്പാ. എനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളത് ഉമ്മാര്. സത്യമായിട്ടും ചെമ്പരത്തി, അരുതുമരുന്ന്, ചെറുതനമരുന്ന്, തേങ്ങ വേണ്ട, മാങ്ങ, മൂങ്ങ, കായാമ്പൂ, കരിങ്ങാട്ടപ്പൂ, ചകിരി, ചിരട്ട, ചാക്കിരി, നെല്ലിക്ക, തന്നിക്ക, ഗോവയ്ക്ക, വെണ്ടയ്ക്ക, ദിവ്യ ഔഷധങ്ങൾ ഉരുളിട്ട് അരച്ചു വരുന്ന ഊറ്റി ദ്രാവകമാക്കിയ ഒരു ദിവ്യ ഔഷധമാണ് ഗ്ലോബലച്ചാതി. പിന്നെ എനിക്കറിയാവുന്നതല്ലേ ഇവന്മാരെ രണ്ടിനെയും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ. ആ, ഈ കഴിഞ്ഞ ആഴ്ച. എന്റെ ദൈവത്തിനാണ് സത്യം. ഗോബ്ലച്ചാതി എണ്ണ. കാലിലാകുന്ന വേദന. ആവശ്യമില്ലാത്ത മരുന്നുമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഊടായിപ്പോയിട്ട് ഇറങ്ങിയൊക്കെയല്ലേ നീയൊക്കെ. ഇത് ഉടായിപ്പല്ല, തൈലമാണ് തൈലം. ഗ്ലോബലച്ചാതി എണ്ണ. നിങ്ങൾ രണ്ടിനെ കച്ചേരിപ്പടിക്കിട്ട് ആൾക്കാർ തല്ലി ഇടിച്ചത്. ഏത് മഹാഭാവിയാണ് ഈ വിളിച്ചു പറയുന്നത്? നമ്മളിവിടെ മരുന്ന് കച്ചവടം നടത്തിയ പാരാണ് അവിടെ ഇവിടെ നമ്മൾ കള്ളന്മാരാണെന്ന്. ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ. തട്ടിപ്പാന്ന്, വെറും തട്ടിപ്പ്. ഒരാളല്ല, 2 പേരും തട്ടിപ്പാ. എന്റെ അച്ഛനും ചേട്ടനല്ലേ, എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാമോ? 4 രണ്ടുപേരും. നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞ് പൈസ കളയേണ്ട കേസില്ല കേട്ടോ. ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം. ഓക്കെ. എടാ, വൈഫ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ വിളിക്കാം. അയ്യോ, എന്റെ അല്ല കൂട്ടുകാരുടെ വൈഫ്, ആരോടും പറയട്ടോ. ഓക്കെ. അയ്യോ. അയ്യോ, രാവിലെ കരിമോന്തിയാണല്ലോ ഞാൻ കാണിക്കേണ്ടത്. എന്റെ മോന്തക്ക് എന്നാ ഇച്ചിരി കുഴപ്പം? കരിപ്പാട്ട അയ്യോ, എടി ഇങ്ങനെ വെളുത്ത് വെള്ളപ്പാറ്റ പോലും കേട്ടോ ഒരു കാര്യമില്ലടി. ഞാനടി എന്റെ വിളി സുന്ദരി. എടി നീ ബസ് സ്റ്റാൻഡിൽ കൂടെ നടക്കുന്ന ഞാൻ കണ്ടു കേട്ടോ. നീ കൂടുതൽ ഒന്നും പറയണ്ട ഇങ്ങോട്ട്. സലീം സാറിന്റെ ഞാൻ ഒളിച്ചു പോകുന്നൊക്കെ ഞാൻ കണ്ടടി. എടി നിർത്തടി, നീ കൂടുതൽ ഒന്നും പറയണ്ട കേട്ടോ. എടി നീ കുടുംബശ്രീക്കകത്ത് കൈയിട്ട് വാരി എത്ര ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. നീ ഒത്തിരി വായിട്ടുണ്ട്, നീ എന്നോട് പറയണ്ട. എടി തങ്കപ്പനസൈ വന്നതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു വിട്ടാ നിന്റെ കയ്യിലിരിപ്പോണ്ട് അതെല്ലാം നാട്ടുകാർക്ക് എല്ലാം അറിയാം കേട്ടോ. അയ്യോ, അവള് വന്നിരിക്കുന്നു. എടി നീ ഇങ്ങോട്ട് കൂടെ ഒന്നും പറയണ്ട. നിന്റെ മോളും എന്റെ മോളോട് മത്സരിച്ചിട്ടുണ്ടല്ലോ.
എന്റെ മോക്കാ ഫസ്റ്റ് കിട്ടിയത് നിനക്കറിയാവോ? എന്ത് മത്സരത്തിന്? ചാട്ട മത്സരം. അതെ, അമ്മ വേലിയാടിയ മോള് മതിലിയാടും. അയ്യോ നീ കൊണ്ട് കൊടുതെന്ന് പറഞ്ഞു. അവള് പേത്ത നടക്കുന്നുണ്ട്, നടക്കുന്ന പേത്ത. എടി പേത്തയാരെന്ന് പറയുന്നില്ല, ഇതിന്റെ ആ കിഴങ്ങനെ ചെയ്യാ കേട്ടോ, എന്നെ കൊണ്ട് പറയിക്കരുത്. എല്ലാം പറഞ്ഞോളൂ. അയ്യോ എടി ഇന്റെ എസ് ഐ പറഞ്ഞേക്കുന്നത് എന്നാന്നറിയാവോ? ഇന്നലെ പറഞ്ഞിട്ട് പോയ എന്നാന്നറിയാവോ? ആദ്യം വരുന്ന പ്രതിയെ കൊണ്ട് തത്ത പറയിക്കുന്ന പോലെ പറയിക്കണമെന്ന്. കാക്കൊണ്ട് ഞാൻ ആ പറയിക്കുന്ന പോലെ. അങ്ങോട്ട് നീങ്ങി നിക്കടാ. എടാ സ്റ്റേഷനിൽ മുണ്ടിങ്ങനെ മടക്കൂത്ത് നിനക്ക് അറിയോടാ? അടിക്കടാമുണ്ട്. അല്ലോ അഴിക്കടാമുണ്ട്. അഴിക്കടാമുണ്ട്, അഴിക്കടാ, നീ അഴിക്കടാമുണ്ട്, അഴിക്കടാ. നീ അവള് പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂടാ. എന്റെ കയ്യിൽ മാങ്ങ പറിക്കാൻ പോയേക്കോണാ. ഉടുക്കടാമുണ്ട്. എടാ ഉടുക്കടാമുണ്ട്. എടാ ഉടുക്കാനാ പറഞ്ഞത്. എടാ ഉടുക്കടാ. എടാ ഉടുക്കാനാ നിന്നോട് പറഞ്ഞ. ആഹാ എന്റെ ഒരിക്കലാ കളി. അയ്യടാ. എടാ ഉടുക്കടാ. എടാ ഉടുക്കടാ. എടാ ഉടുക്കടാ. എടാ ഉടുക്കടാ. എടാ ഉടുക്കടാ. നിർത്ത് സാറന്മാരെ, ഈ മുണ്ടല്ലേ പ്രശ്നം. ഇന്നാ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഉടുക്കുകയോ അഴിക്കുകയോ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തോ. മുണ്ട് കൊടുക്കണം. പറയണ്ട ആകപ്പാടെ നാണക്കേടാകും. അയ്യോ സാറ് വരുന്നുണ്ട്. എസ് ഐ വരുമ്പോ ഇങ്ങനെയാണ് സല്യൂട്ട് അടിക്കുന്നത്. എസ് ഐ വരുമ്പോ നല്ല നിവർന്ന് നിന്നായിട്ട് സല്യൂട്ട് അടിക്കണം. രണ്ടുപേരും പറഞ്ഞില്ല. ആ പോരട്ടെ, ഇച്ചിരി കൂടി, ഇമ്മിടി പോട്ടെ, കുറച്ചും കൂടി പോട്ടെ. ഇനി പറ്റത്തില്ല സാറേ, അതന്നെ ശോശാമ്മ, ബട്ടൺസ് പൊട്ടിപ്പോകും. ഇന്നത്തോടെ ഈ സ്റ്റേഷനിൽ സല്യൂട്ട് അടി നിർത്തി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? രണ്ടുപേരും കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ വരുന്നുണ്ടല്ലോ. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് പല ആഴ്ചകളിൽ ഞാൻ ലീവായിരുന്നല്ലോ. ഇപ്പൊ ലീവ് എടുക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇവിടെ ഉണ്ട്, ഇപ്പൊ ലീവ് എടുക്കാൻ പറ്റത്തില്ല. എന്റെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, മെഡിക്കൽ കോളേജ്. ഞാൻ പോകത്തില്ല, എന്റെ പട്ടി പോകും. പിന്നെ നിനക്ക് ഇവിടെ ഡ്യൂട്ടി? നീ ഹൈവേ ഡ്യൂട്ടി ചെയ്യരുത്. നിനക്ക് എപ്പോഴും ക്വാർട്ടേഴ്സിലാണ് ഡ്യൂട്ടി. അപ്പൊ അങ്ങോട്ട് ശേഷം പോയിക്കോ, ഞാൻ പുറകെ. ഓക്കെ. അവളെ പറഞ്ഞായിട്ടൊരു നമ്പർ കാണിച്ചല്ലേ? അതെനിക്കറിയത്തില്ല. എന്നെ ഇരിക്കുന്നു സാറേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കത്തില്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോ. സാർ ഇന്നലെ ഇട്ടോണ്ട് പോയ എന്റെ പാൻറ്റാ, അറിയാവോ? ഒരു പാൻറ്റിൽ എന്നാ കാര്യം ഇരിക്കുന്നു ശോശാമ്പേ? ഒരു പാൻറ്റിൽ ഒരു കാര്യമില്ല, ഇത് സ്ഥിരമായി കഴിഞ്ഞാലോ? സ്ഥിരമാകത്തില്ല. ഒരു പരാതിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പരാതി കേട്ടിട്ട് മരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എത്ര ദിവസമായി കാത്തിരിക്കുന്നു. പറഞ്ഞു തീർന്നല്ലോ രാമൻ ഇങ്ങ് വന്നു പരാതിക്കാരൻ. പരാതി പറയാൻ വന്നാണോ? എനിക്ക് പരാതി. എന്താണ് എന്റെ പരാതി? പരാതി ഉണ്ട് സാർ. പരാതി ഉണ്ട്, നിനക്ക് പരാതി ഉണ്ട്. ഇവിടെ തന്നെ പരാതി പറയണം. ഇവിടെ പരാതി പറയുന്ന സ്ഥലമാണോ ഇവിടെ? ഇത് ഇവിടെ പരാതി ഉണ്ടെങ്കിൽ വല്ല വില്ലേജ് ഓഫീസിലും കൂടെ കൊടുറാ. ഇത് പരാതി പറയുമോ ഇവിടെ നീ? വില്ലേജ് ഓഫീസിലാകുമ്പോ കൈക്കൂലി കൊടുക്കണ്ടേ സാറേ? അപ്പൊ ഇവിടെ എന്നാടാ പുണ്യം കിട്ടാനിരിക്കുവാണോ? ഞങ്ങൾക്കൊന്നും തരണ്ടേ? അയ്യോ കൈക്കൂലി കിട്ടാതെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ്. രാത്രി വെച്ചൊരു കുത്തം കിട്ടാന്നില്ലല്ലോ. എന്റെ സാറേ, ആദ്യം എന്റെ പരാതി ഒന്ന് കേക്ക്. നീ ആദ്യം പരാതി പറ. സാറേ, ഞാൻ സ്ഥിരമായിട്ട് വള്ളത്തെ പോവുക. അതിന് വെള്ളത്തിൽ വീണാ? എന്റെ സാറേ, ഞാൻ സ്ഥിരമായിട്ട് വള്ളത്തിൽ പോകുമ്പോ എന്റെ വീട്ടിൽ ഞാനില്ലാത്ത സമയത്ത് ഒരു ചാരൻ വരുന്നു. പറഞ്ഞത് കേട്ടാ? അവനില്ലാത്ത സമയം നോക്കി ഞാൻ അവന്റെ വീട്ടിൽ ചാരം വരാൻ ചെല്ലുന്നു. എന്റെ പൊന്നു സാറേ ചാരം മാറാനല്ല, അവനില്ലാത്ത സമയം നോക്കി അവന്റെ ഭാര്യയുടെ കാമുകൻ വരുന്നു. ഒരു ദിവസം ഞാൻ വള്ളത്തിൽ പോകാതെ നിന്നിട്ട് മയം പാത്ത് നിന്ന് ഇവനെ പിടിച്ച് തലങ്ങും വിലങ്ങും വീടിച്ച് സാറേ. പറഞ്ഞാലോ പൂക്കനിടി ഇടിച്ച്. പക്ഷെ അവൻ മഹാവില്ലനായിരുന്നു. അവനെന്തേന്ന് പറയാം, ഓതൊരു ഒറ്റ ഓട്ടം ഓടിക്കളഞ്ഞു. നിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞത്? എന്റെ വീട് നമ്മുടെ എരമല്ലൂർ പാലമില്ല സാർ. പാലത്തിന്റെ നമ്മുടെ ശാന്തചേച്ചിയുടെ വീടില്ലേ, വീടിന്റെ നേരെ പടിഞ്ഞാറ് വശം പച്ച പെയിന്റ് അടിച്ച വീട്. പച്ച പെയിന്റ് അടിച്ച വീട്. ഇടിക്കുമ്പോ ഇങ്ങനെ ഇടിക്കൂടാ. 3 ആഴ്ചയാണ് ഞാൻ കുളിയാഴ്ച കിടന്നത്. അപ്പൊ സാറാ കള്ളക്കാമുകനല്ലേ? പുറത്ത് പറയേണ്ട അബദ്ധം പറ്റില്ല കേട്ടോ. പിന്നെ സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇത്ര 10-20 വർഷമായിട്ട് തെളിയിക്കാത്ത കേസ് നമ്മുടെ ശോശാമ്മ തെളിയിച്ചു. സുകുമാരക്കുറുപ്പിനെ പിടിച്ചെന്ന് ശോശാമ്മ സുകുമാരക്കുറുപ്പിനെ പിടിച്ചു. ശോശാമ്മേ, അവനെ ഇങ്ങോട്ട് കയറ്റി പററി. എന്റെ പൊന്ന് സാറേ, എന്റെ പേര് വാസവക്കുറുപ്പെന്നാണ്. ആ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞ് തൂവാനക്കുറുപ്പാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ട് വന്നതാണ്. ഇവിടുത്തെ ഒരു പോലീസുകാരത്തി. എന്റെ പൊന്ന് സാറേ, എന്റെ പേര് വാസവക്കുറുപ്പെന്നാണ്. അവര് പറഞ്ഞ തൂവാനക്കുറുപ്പെന്നാണ് പറഞ്ഞത്. നിന്റെ പേര് വാസവക്കുറുപ്പ്, ഞങ്ങൾ പറയുന്നത് നീ
സുകുമാരക്കുറുപ്പാണെന്ന്. എന്റെ അമ്മച്ചിയാണോ ഞാൻ വാസവക്കുറിപ്പാണ് സാറേ. സുകുമാരക്കുറുപ്പാണ്. ഞാൻ ഇവരിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്റെ സാറേ, എന്റെ അച്ഛന്റെ പേര് പരമേശ്വര കുറുപ്പെന്നാണ്, എന്റെ പേര് വാസവക്കുറിപ്പെന്നാണ്. നിന്റെ അച്ഛന്റെ പേര് പരമേശ്വര കുറുപ്പ്, നിന്റെ പേര് സുകുമാരക്കുറുപ്പ്. എന്റെ ദൈവമേ, ഞാൻ വാസവക്കുറിപ്പാണ്. നീ സുകുമാരക്കുറുപ്പാണ്. വാസവക്കുറിപ്പാണ്. സുകുമാരക്കുറുപ്പാണ്. വാസവക്കുറിപ്പാണ്. സുകുമാരക്കുറുപ്പാണ്. എന്റെ പൊന്നു സാറേ, ഇങ്ങനെ കിടന്ന് നിങ്ങൾ രണ്ടുകൂടെ അഴിവെക്കേണ്ട കാര്യമില്ല. സുകുമാരക്കുറുപ്പിനെ പിടിച്ചെന്നറിഞ്ഞപ്പോ തന്നെ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയാന്ന് പറഞ്ഞ ഒരു പെണ്ണുമ്പിള്ള വെളി വന്ന് ഇരിപ്പുണ്ട്. ശോശാമ പിടിച്ച ശോശാമ അവളെ ഇങ്ങോട്ട് കയറ്റി വെറി. അവളാണ് മെയിൻ തെളിവ്. അതെ. അവള് പറയട്ടെ, നിന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഞാൻ പറയിപ്പിക്കണം. അതെ. വാടി ഇങ്ങോട്ടെ. എന്റെ ഭർത്താവ് സുകുമാരക്കുറുപ്പ്. നിന്റെ ഭർത്താവ് സുകുമാരക്കുറുപ്പ്. നീ കേട്ടൊന്ന് പോയിക്കേ. വേദിക്കുന്നത് എന്റെ പൊന്നു സാറേ, ഈ തള്ള പറഞ്ഞ വെറുതെയാണ്. എന്റെ പൊന്നടി, ഞാനൊന്ന് പറഞ്ഞു കേക്ക്. എന്റെ പേര് വാസവക്കുറുപ്പെന്നാണ്, എന്റെ അച്ഛന്റെ പേര് പരമേശ്വര കുറുപ്പെന്നാണ്. പിന്നെ ഞാനെങ്ങനെ സുകുമാരക്കുറുപ്പാകും? സാറേ, എന്റെ അമ്മച്ചിയാണ് സത്യം. എന്റെ പേര് വാസവക്കുറുപ്പെന്നാണ്. ഈ തള്ള പറഞ്ഞ വെറുതെയാണ്. നിന്റെ അച്ഛന്റെ പേര് വാസവക്കുറുപ്പ്, നിന്റെ പേര് സുകുമാരക്കുറുപ്പ്. എന്റെ പൊന്നു പറഞ്ഞാൽ എന്റെ പേര് അച്ഛന്റെ പേര് പരമേശ്വര കുറുപ്പ്, എന്റെ പേര് വാസവക്കുറുപ്പ്. ഇനിയും പറഞ്ഞു മനസ്സിലാക്കി തന്നെ. ഞാൻ പറയും സുകുമാരക്കുറുപ്പ്. എന്റെ പൊന്നു സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. 10-20 വർഷം കൂടിയല്ലേ ഇവര് കാണുന്നേ. അതെ. അപ്പൊ ഇവർക്ക് പറയാൻ സമ്മതിക്കാൻ ഒരു മടി കാണും. മനസ്സിലായി? നമുക്ക് റൂമിൽ പോയി അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാം. അന്നേരത്തെ ഇവര് സത്യം തന്നെ നമുക്ക് അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യാം. അവര് പറഞ്ഞു ഉറപ്പിച്ചോളൂ. ഉറപ്പിച്ചോളൂ. ഞാൻ വാസവക്കുറുപ്പാണ്. സാർ ഇങ്ങോട്ട് വന്നേ. വാസവക്കുറുപ്പാണ്. ഞാൻ സുകുമാരക്കുറുപ്പല്ല, സുകുമാരക്കുറുപ്പല്ല, വാസവക്കുറുപ്പാണെന്ന് 100 തവണ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾ എന്റെ ഭർത്താവ് സുകുമാരക്കുറുപ്പല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ വാസുദേവക്കുറുപ്പാണെന്ന് എനിക്കറിയാം. പിന്നെ നീ എന്തിനാണ് ഈ പോലീസുകാരോട് ഞാൻ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞത്? അതോ, കഴിഞ്ഞ 18 വർഷമായിട്ടേ ഈ പോലീസുകാർ മുഴുവൻ എന്റെ കുടുംബത്തിൽ കിടന്ന് ഇറങ്ങുക സുകുമാരക്കുറുപ്പിനെ തിരക്കി. ഇനിയിപ്പോ നിങ്ങളെ മാത്രം സഹിച്ചാൽ മതിയല്ലോ. ഇനി നിങ്ങളാണ് എന്റെ സുകുമാരക്കുറുപ്പ്. വാ. എന്താ പെങ്ങളെ വലിയ സന്തോഷത്തിലാണല്ലോ ഇന്ന്? എന്ത് പറ്റി? അതെ, ഇപ്പൊ പുതിയ റിയാലിറ്റി ഷോ വന്നിട്ടില്ലേ, ലഹളാരത്നം എന്ന് പറഞ്ഞു. അതിലെന്നെ സെലക്ട് ചെയ്തു. എന്റെ അമ്മോ, അതെ. കപ്പിൾ ഷോ 25 ലക്ഷം രൂപ സമ്മാനം. അതെയോ? എനിക്ക് പറഞ്ഞു തരുമോ? മോളെ, മമ്മിയെ ഡിസ്റ്റർബ് ചെയ്യരുത്. മമ്മി ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അല്ല പെങ്ങളെ, ഈ മുകുന്ദൻ സ്ഥലത്തില്ലാത്തപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഒരു കപ്പിളാവുള്ളത്? എന്റെ പൊന്നിയേട്ടാ, അതിന് അവിടെ കപ്പിൾ തന്നെ പോണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ഡാൻസ് ട്രെയിൻ ചെയ്യാനൊക്കെ ഒരാളിപ്പ് ഇങ്ങോട്ട് വരും. രണ്ടെണ്ണത്തിന്റെ പാന്റ് ഒലിഞ്ഞു പോയല്ലേ കൊണ്ടാറ്? പാന്റ് ഒലിഞ്ഞു പോണല്ല, ഇത് ഫാഷനാണ്, ഫാഷൻ. ഓഹോ, നമ്മളാരാ പറഞ്ഞ? ഞാൻ യോയോ, അത് അയ്യോ. ക്രൂവാലിറ്റി ഷോന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. ഇയാളാണ് കപ്പിളായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഇയാളെ കണ്ടിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ. ആളങ്ങനെ വിലയിരുത്തരുതട്ടോ, ഭയങ്കര കഴിവുള്ള ആളാ. ഓടും ചാടും, അപ്പുറത്ത് വീട്ടിൽ ചാടി കയറും, ഭയങ്കര കഴിവുള്ള ആളാ. ഭ്രാന്താണോ? ഭ്രാന്ത്. ഈ കഴിവ് കൂടി കഴിയുമ്പോ, ഒരു പരിധി കഴിയുമ്പോ ഭ്രാന്ത് എന്ന് പറയും. എന്റെ തല കണ്ടില്ലേ, മുഴുവൻ കഴിവായിരുന്നു. മോളെ ദേ മാഷുമാരൊക്കെ അപ്പൊ നമ്മള് ക്രൂവാലിറ്റി ഷോയിൽ ആദ്യം നമുക്ക് വേണ്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ ബിഹേവ്. അത് കുപ്പിയുടെ പേരല്ലേ? ആ കുപ്പി അത് കള്ളു. ഇതല്ല, ഈ ആ ബിഹേവ് അല്ല, ഇത് ബിഹേവിംഗ്, പെരുമാറ്റം. അതായത് തറുതല പറയാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ജഡ്ജസ് എന്ത് ചോദിച്ചാലും വളരെ സന്തോഷത്തോടു കൂടി മറുപടി പറയണം. ഹാപ്പി ആയിരിക്കണം, ഹാപ്പി. അവരായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റണം. അതെ. ഇപ്പൊ അവര് ചോദിക്കണം നിങ്ങൾക്ക് പണിയൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയണം, ഇല്ല വെറുതെ ഇരിക്കുകയാണെന്ന് പറയണം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പാടി അഭിനയിക്കാനുള്ള കഴിവ്. ഈ സിനിമാറ്റിക് പാട്ടൊക്കെ ഇട്ടിട്ട് അതിനനുസരിച്ച് പാടി അഭിനയിക്കണം കപ്പിളായിട്ട്. അതെ, ഈ ചന്തപ്പെണ്ണുകളില്ലേ, അതുപോലെ ഇരിക്കണം. മാർക്കറ്റ് ലേഡീസ്, ഈ മീൻ മാർക്കറ്റ് ലേഡീസ്. ഓക്കെ, അപ്പൊ നമുക്ക് പാടി അഭിനയിക്കാനുള്ള ട്രെയിനിങ് തുടങ്ങാം. ഓക്കെ, ക്യാമറ. അതെ മോളെ, മമ്മി 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേ മമ്മിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. അല്ല, മോളെന്താ സ്കൂളിൽ പോവാഞ്ഞേ? സിസ്റ്റർക്ക് 2 റൗണ്ട് കഴിഞ്ഞപ്പോ മാർക്ക് കൂടുതൽ കിട്ടിയല്ലോ. കൊച്ചിന്റെ മാർക്ക് കിട്ടിയതെന്നും എല്ലാം അങ്ങോട്ട് പോയി. ഇത് കണ്ട പ്രോഗ്രസ് കാർഡാ. എല്ലാ വിഷയത്തിനും 50, 60, 80 മാർക്ക് ഉണ്ടായിരുന്ന കൊച്ചിന് 13, 14, 15 ഉള്ളൂ. സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാ. അതെ, റിയാലിറ്റി ഷോനൊക്കെ ഓണൊക്കെ കൊള്ളാം. പിള്ളേരുടെ കാര്യം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ, പിള്ളേരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. അതെ, നമ്മളിങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മൾ ഹീറോ ആയിട്ട് വരുമ്പോഴേ നമ്മുടെ മക്കളൊക്കെ 0 ആയി തീരും.